കുറച്ച് ദിവസമായിട്ട് മഴയൊക്കെ അല്ലേ ഗൈസ്. ഉച്ചയ്ക്ക് ചോറിന് കറിയൊന്നും ഇല്ലാത്ത കാരണം വെറുതെ പറമ്പിലൊക്കെ ഇങ്ങനെ ഇറങ്ങിയപ്പോൾ തൊടിയിലിതാ കുടപ്പം നിൽക്കണ്, വാഴക്കുടപ്പം എന്നാ പറയുക. അങ്ങനെ അതൊക്കെ പൊട്ടിച്ചു കൊണ്ടുവന്ന് കുറച്ച് ചക്കക്കുരു ഉണ്ടായിരുന്നു. കുറച്ച് ചക്കക്കുരൊക്കെ നന്നാക്കി കുടപ്പനൊന്ന് ശരിയാക്കിയല്ലോ എന്നിങ്ങനെ വിചാരിച്ച് ഇതൊക്കെ ക്ലീനാക്കിയൊക്കെ വെച്ചു. ചക്കക്കുരൊക്കെ കുറച്ച് നന്നാക്കി ക്ലീനാക്കി. പിന്നെ വാഴരെ കുടപ്പൻ അരിഞ്ഞത് വെളിച്ചെണ്ണയും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് തിരുമ്പി അരിപ്പയിൽ അങ്ങോട്ട് വാറ്റി വെച്ചു കേട്ടോ. അല്ലെങ്കിൽ കറിയാണ് വാഴരെ കുടപ്പനെ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി അരിപ്പയിലൊക്കെ വാറ്റി വെച്ചു. ചക്കക്കുരു നമുക്കൊന്ന് ആദ്യം കുക്കറിലിട്ട് ഒരു 2-3 വിസിലടിക്കണം കേട്ടോ. ചക്കക്കുരുവൊക്കെ കഴുകി കുക്കറിൽ ഇട്ടു. നന്നായി കഴുകണം. ചക്കക്കുരുൻ്റെ കറമ്പലൊക്കെ കളഞ്ഞ്. ചില നാട്ടിലൊക്കെ കറമ്പലൊക്കെ എടുക്കും, പക്ഷെ ഞങ്ങളിവിടെ ഒന്നും അങ്ങനെ ചക്കക്കുരുൻ്റെ കറമ്പൽ എടുക്കാറില്ല. പക്ഷെ അത് കാൽസ്യമുള്ള സംഭവമാണ്. അങ്ങനെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ലേശം മുളക് പൊടിയും ഉപ്പിട്ടിട്ടില്ല കേട്ടോ. ഇത്തിരി വെള്ളം ഒഴിച്ചങ്ങായിട്ട് അടുപ്പത്തേക്ക്. നല്ല ടേസ്റ്റാട്ടാ. നമ്മളെ തൊടിയിലുണ്ടാവണ പച്ചക്കറികൾക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത് ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു. കുക്കറിൻ്റെ അടപ്പൊക്കെ എടുത്ത് മൂടി ഒരു 2-3-4 വിസിലടിക്കണം കേട്ടോ ചക്കക്കുരുന്. ചില ചക്കക്കുരു വേഗം വേവും, ചില ചക്കക്കുരു വേവാൻ കുറച്ച് പണിയാണ്. അപ്പോൾ ഒരു 2 വിസിലടിച്ചിട്ട് നോക്കാം നമുക്ക് വെന്തിട്ടുണ്ടോയെന്ന്. അതല്ലെങ്കിൽ നമുക്ക് ഒരു വിസിൽ കൂടിയും കൂട്ടിയടിക്കാം. അടപ്പത്തൊക്കെ ചക്കക്കുരു കുക്കറിലിട്ട് വെച്ചു ഒരു 3 വിസിലടിച്ചു. ഇനി നമുക്കതിലേക്ക് കുറച്ച് നാളികേരം ചെരുകണം. കറണ്ട് ഇല്ലട്ടാ ഗൈസ്. കറണ്ട് മഴയൊക്കെ കാരണം കറണ്ടൊക്കെ പോയിരിക്കായിരുന്നു. നാളികേരമൊക്കെ ചെരുകി. നാളികേരം ചെരുണയിൽ കുറച്ച് നമ്മൾ ഉള്ളിയും വേപ്പിലയും കൂടി മിക്സ് ചെയ്യണം. നാളികേരമൊക്കെ ചെരുകി കുടപ്പനൊക്കെ അരിഞ്ഞ് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ചക്കക്കുരു അവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ്, വിസിലടിച്ചുകൊണ്ടിരിക്കുകയാണ് ചക്കക്കുരു. നാളികേരത്തിൽ കുറച്ച് ഉള്ളിയും വേപ്പിലൊക്കെ ഇട്ട് അതൊക്കെ ഒന്ന് മിക്സിയുടെ ജാറിലൊന്ന് ക്രഷ് ചെയ്യണം കേട്ടോ. അധികം അരയാൻ പാടില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ആവാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ആ സമയം കൊണ്ട് നമ്മൾ ചക്കക്കുരു അവിടെ വെന്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ നാളികേരമൊക്കെ ഒന്ന് ഒതുക്കാനുള്ള പ്ലാനാണ്. അതിൻ്റെ ഇടയിൽ കറണ്ട് പോകും വരും, കറണ്ട് പോകും വരും, ഇത് തന്നെയായിരുന്നു. അങ്ങനെ നാളികേരമൊക്കെ ഒതുക്കി കൊണ്ടുവന്ന് നമ്മളെ കുടപ്പനൊക്കെ അരിഞ്ഞൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി അത് ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടാവണം കേട്ടോ. നന്നായി ചൂടാവണേ. ചൂടാവാതെ ആരും കടുക് വെളിച്ചെണ്ണ ഇടാൻ പാടില്ല. അപ്പോൾ നല്ലോണം ചൂടായി. ഞാൻ കുറച്ച് കടുക് ഇട്ട് അതിൻ്റെ ഒപ്പം ഒരു 2 തണ്ട് വേപ്പില, ഒരു മണത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. മണം ഉണ്ടാവും, കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ അതിൽ കുറച്ച് വേപ്പിലൊക്കെ ഇട്ടൊന്ന് മുരിഞ്ഞ് വന്നപ്പോൾ നമ്മൾ ഒതുക്കി വെച്ച ഈ നാളികേരവും കൂടി അതിലേക്ക് മിക്സ് ചെയ്യണം കേട്ടോ. നാളികേരമൊക്കെ മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി കൂട്ടുക. നല്ലൊന്ന് ഒരു അധികം മുരിയാനും പാടില്ല, മുരിയാണ്ടിരിക്കാനും പാടില്ല എന്നുള്ളൊരു ഇതിൽ എടുക്കണം. അപ്പോൾ നമ്മളത് കുടപ്പനും ചക്കക്കുരൊക്കെ വെന്ത് നല്ല കറക്റ്റ് പാകമായിട്ടുണ്ട്. വേവ് നല്ല കറക്റ്റ് പാകമായി. ഈ മുരിഞ്ഞ് വന്ന നാളികേരത്തിലേക്ക് നമ്മൾ ഈ വാഴക്കുടപ്പൻ അരിഞ്ഞത് നമ്മൾ ചേർക്കണം. നന്നായി ഇളക്കി കൂട്ടാട്ടോ. നാളികേരവും വാഴക്കുടപ്പനും എല്ലാം നന്നായി ഇളക്കി അങ്ങോട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ ലേശം ഉപ്പിട്ടോളാം കേട്ടോ. കാരണം നമ്മൾ ചക്കക്കുരു വേവിച്ചപ്പോൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല. ലേശം മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ടാണ് വേവിച്ചത്. അപ്പോൾ നന്നായി ഇളക്കി കൂട്ടുക. അപ്പോൾ കുടപ്പനൊന്ന് ആവിയിൽ കിടന്ന് ഒരു 5 മിനിറ്റ് മതി. അതേ വേവുമ്പോൾ നമ്മൾ ഈ വേവിച്ച് വെച്ച ചക്കക്കുരും കൂടി മിക്സ് ചെയ്യുക. നല്ല ടേസ്റ്റ് ഉണ്ടാ. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണത്, അടിപൊളി ടേസ്റ്റാണ്. അത് നന്നായി മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. എല്ലാവിടേക്കും എത്തണം അതിൻ്റെ കൂട്ട്. അങ്ങനെ മിക്സൊക്കെ ചെയ്ത് ഞങ്ങൾക്ക് ചോറിനുള്ള കറി ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. നിങ്ങളൊന്ന് കഴിച്ച് നോക്കണം, എന്നിട്ട് എല്ലാവരും അഭിപ്രായം പറയണേ.